പുരുഷന്മാരാണെങ്കിൽ കരയരുത്, വീക്ക്നെസ് കാണിക്കരുത്, അവരെപ്പോഴും സ്ട്രോങ് ആയിരിക്കണം എന്നൊക്കെയാണ് പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ളത്. ഇവരും ഒരു മനുഷ്യര് തന്നെയല്ല, ഇവർക്ക് ഫീലിങ്സ് ഉണ്ടാകും, ഇവർക്ക് ഇവരുടേതായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്, അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള പ്രോബ്ലംസ് ഇവരുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ട് എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയെങ്കിൽ പോലും നമ്മൾ അതൊന്നും ആക്സെപ്റ്റ് ചെയ്യാത്തൊരു സിറ്റുവേഷനിലൂടെയാണ് നമ്മൾ കടന്നു പോകാറുള്ളത്. ഇവരുടെ ജോബ് സ്ട്രെസ്, ഫാമിലി റെസ്പോൺസിബിലിറ്റീസ്, ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഇതൊക്കെ ഒറ്റയ്ക്ക് തരണം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കാണ് പലപ്പോഴും പുരുഷന്മാരെ കാണാറുള്ളത്. മറ്റുള്ളവരോട് ഹെൽപ്പ് ചോദിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ് പലപ്പോഴും പുരുഷന്മാരെ നമ്മൾ കാണാറുള്ളത്. കാരണം ഇവർക്ക് സ്ട്രെസ് ഉണ്ട് എന്നുള്ളതോ അല്ലെങ്കിൽ ഇവർക്ക് വളരെ ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആണ് എന്നുള്ളത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്ന സമയത്ത് അവരെന്ത് വിചാരിക്കും, ഞാൻ വളരെ വീക്ക് ആണെന്ന് കരുതോ എന്നൊക്കെയുള്ള ചിന്താഗതിയിലൂടെയാണ് പലരും കടന്നു പോകുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാവരെ പോലെ തന്നെ സ്ത്രീകളെ പോലെ തന്നെ പുരുഷന്മാരും മനുഷ്യര് തന്നെയാണ്. നിങ്ങൾക്കും നിങ്ങളുടേതായിട്ടുള്ള ഫീലിങ്സ് ഉണ്ടാകാം. അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പക്ഷേ നിങ്ങളുടെ പ്രോബ്ലംസ് മറ്റുള്ളവരോട് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ പാർട്ട്ണർ അടുത്തെങ്കിലും നിങ്ങളുടെ പ്രോബ്ലം എന്താണെന്നുള്ളതും നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എങ്ങനെയാണെന്നുള്ളതും നിങ്ങൾ ഏത് രീതിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളത് നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരുപാട് സ്ട്രെസ് അവിടെ റിലീഫ് ചെയ്യാൻ പറ്റും. നിങ്ങൾ പാർട്ട്ണർ ആയിട്ടുള്ള വൈഫ്, ആസ് എ വൈഫ് എന്നുള്ള നിലക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവരുടെ സ്ട്രെസ് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് അവരോട് പെരുമാറി അവർക്ക് സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഭാഗത്തുനിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം.